निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത. നമ്മൾ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ വായിച്ചു. ആദ്യത്തെ ശ്ലോകത്തിൽ അർജുനന്റെ ചോദ്യമായിരുന്നു. എന്താണ് അർജുനൻ ചോദിച്ചത്? സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ തത്വം എന്താണ് എന്നാണ് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു. സന്യാസം എന്ന് പറയുന്നത് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം സന്യാസിമാരാണെങ്കിൽ പോലും 3 തരം കർമ്മങ്ങളെ ഒരിക്കലും ത്യജിക്കാൻ പാടില്ല. യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഒരു വ്യക്തി ത്യജിക്കരുത്. കാരണം അത് ശുദ്ധരായിട്ടുള്ള വ്യക്തികളെ പോലും, സന്യാസിമാരെ പോലും കൂടുതൽ ശുദ്ധീകരിക്കുന്നതാണ്. പാവനാനി മനീഷിണം, സന്യാസിമാരെ പോലും ശുദ്ധീകരിക്കുന്നതാണ് യജ്ഞവും ദാനവും തപസ്സും. അതുകൊണ്ട് സന്യാസിമാർ പോലും യജ്ഞവും ദാനവും തപസ്സും ത്യജിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം തത്രജസ്തമോ ഗുണങ്ങൾ അനുസരിച്ച് 3 തരത്തിലുള്ള ത്യാഗങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സാത്വികമായിട്ടുള്ള ത്യാഗം, രാജസികമായിട്ടുള്ള ത്യാഗം, തമോ ഗുണത്തിലുള്ള ത്യാഗം. ഇത് തന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ഫലത്തെ കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന, കർത്തവ്യം എന്നുള്ള നിലയിൽ ചെയ്യുന്ന ത്യാഗമാണ് സാത്വികമായിട്ടുള്ള ത്യാഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ കടമയെ തെറ്റിദ്ധാരണകൾ കൊണ്ട്, മോഹം കൊണ്ട് ഉപേക്ഷിക്കുന്നത് തമോ ഗുണത്തിലുള്ള ത്യാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചൊരു കർമ്മത്തെ ത്യജിക്കുന്നത് രാജസികമായിട്ടുള്ള ത്യാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമുള്ള ത്യാഗം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അതിന് ത്യാഗഫലം ലഭിക്കുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ മനസ്സിലാക്കി. പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരീരം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും കർമ്മങ്ങളെ ത്യജിക്കാൻ സാധിക്കുകയില്ല. സന്യാസം എടുത്തു കഴിഞ്ഞാലും കർമ്മങ്ങളെ ത്യജിക്കാൻ സാധിക്കുകയില്ല. നഹി ദേഹപ്രദാശക്യം തെക്തും കർമാണി അശേഷത. കർമ്മത്തെ പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ശരീരം മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ കർമ്മം ചെയ്തേ മതിയാകും. ശരീരയാത്രാഭിച്ചതേ എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരീരയാത്രയ്ക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യാം, കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ത്യജിക്കാൻ സാധിക്കുന്നത്? കർമ്മമല്ല ത്യജിക്കാൻ സാധിക്കുന്നത്, കർമ്മഫലമാണ്. അല്ലെങ്കിൽ കർമ്മഫലത്തിലുള്ള ആസക്തിയാണ് ത്യജിക്കാൻ സാധിക്കുന്നത്. കർമ്മഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്യുക, അതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് സന്യാസം കൊണ്ട് അല്ലെങ്കിൽ ത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഏതെങ്കിലും കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നതല്ല സന്യാസം,
അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഏതെങ്കിലും കർമ്മം ഉപേക്ഷിക്കുന്നതല്ല ത്യാഗം. സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും പേരിൽ ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിനി ഒരു കർമ്മം ചെയ്യാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സന്യാസം സ്വീകരിക്കാം എന്ന് പറഞ്ഞാലും അത് സന്യാസമല്ല, അല്ലെ? ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഏതെങ്കിലും കർമ്മത്തെ ഒഴിവാക്കുകയാണെങ്കിൽ അത് ത്യാഗവുമല്ല. ഭഗവാൻ അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം എന്താണ്? കർമ്മം ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കർമ്മഫലത്തെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്യുന്നതാണ്, പ്രവർത്തനം ഉപേക്ഷിക്കുന്നതല്ല, പ്രവർത്തനം ചെയ്യുന്നതാണ് സന്യാസവും ത്യാഗവും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി അങ്ങനെ ആ സന്യാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ആ വ്യക്തിക്കുണ്ടാകുന്ന പ്രത്യേകത ആണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 12ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് അടുത്തതായിട്ട് വായിക്കാനുള്ളത് 12ാമത്തെ ശ്ലോകമാണ്. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവതി ത്യാഗിനാം പ്രയത്യ നതു സന്യാസിനാം ക്വചിത്. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. തുളസി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനം പ്രീത്യ നതു സന്യാസിനം ക്വചിത്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. ഭാവാർത്ഥം: താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. തന്മൂലം അയാൾക്ക് മരണശേഷം സ്വകർമ്മഫലങ്ങളായ സുഖ ദുഃഖാനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു തുളസി മാതാജി. ഹരേ കൃഷ്ണ. കർമ്മഫലങ്ങളെ ത്യജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവം, കർമ്മഫലങ്ങളെ ത്യജിക്കാതെ കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ കർമ്മഫലത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മഫലത്തെ ത്യജിച്ചാൽ എന്താണ് നേട്ടം എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ്? അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണം. കർമ്മഫലത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭാവിയിൽ 3 തരത്തിലുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് അനിഷ്ടമാകാം, അല്ലെങ്കിൽ ഇഷ്ടമാകാം, അല്ലെങ്കിൽ മിശ്രമാകാം. എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത്? കാരണം അദ്ദേഹം കർമ്മഫലത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഭാവിയിൽ അനിഷ്ടം, ഇഷ്ടം, മിശ്രം. അനിഷ്ടം എന്ന് പറയുന്നത് ദുരിതങ്ങളാണ്, അല്ലെ? നരകീയമായിട്ടുള്ള അവസ്ഥകൾ, ജീവിതത്തിന്റെ അവസ്ഥകൾ, ഇതൊക്കെ അനുഭവിക്കേണ്ടി വരാം. എങ്ങനെയാണെങ്കിൽ തമോഗുണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനിഷ്ടകരമായിട്ടുള്ള ഫലമാണ് ഉണ്ടാവുക. യജ്ഞമാണെങ്കിലും തപസ്സാണെങ്കിലും ദാനമാണെങ്കിലും എല്ലാം തമോഗുണത്തിലുമുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പ്രവൃത്തിയാണെങ്കിലും തമോഗുണത്തിലാണ് ചെയ്തതെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും? അനിഷ്ടമായിരിക്കും, ദുരിതകരമായിരിക്കും. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണ്? നമ്മൾ കർമ്മഫലത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ജന്മത്തിൽ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മൾ കർമ്മഫലത്തെ ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനിഷ്ടം, ദുരിതകരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇഷ്ടം, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, സ്വർഗീയമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ലഭിക്കും. ഒന്നുകിൽ ഈ ജീവിതത്തിൽ തന്നെ ലഭിക്കും, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ജന്മത്തിലൊക്കെ ലഭിക്കും. സാത്വികോണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ കൂടുതൽ ഭൗതിക സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഇടകലർന്നുകൊണ്ടുള്ള അനുഭവം ഉണ്ടാവും. രജോഗുണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അനുഭവിക്കുക.
അപ്പൊ ഇത് മൂന്നും ആർക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത്? ഭവതി ഭഗവതി അത്യാഗിനം, ഭവതി അത്യാഗിനം, അത്യാഗിനം ത്യാഗികളല്ലാത്തവർക്ക് ഇത് മൂന്നും അനുഭവിക്കേണ്ടി വരും. അതായത് കർമ്മഫലത്തിൽ ആസക്തിയുള്ളവർക്ക് ഇത് മൂന്നും അനുഭവിക്കേണ്ടി വരും. അത് സന്യാസിനാം കൊച്ചിത്. പക്ഷേ കർമ്മഫലം ആഗ്രഹിക്കാതെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അതിനെ അതിക്രമിക്കാൻ സാധിക്കും. അവർക്ക് ഏത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നില്ല. കാരണം എന്താണ്? അവർ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലാതെ ഒരു കർമ്മഫലവും അവര് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്തു തന്നെ ചെയ്തു കഴിഞ്ഞാലും, ഭഗവാന് വേണ്ടി എന്തു തന്നെ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ കർമ്മഫലമൊന്നും അവര് അനുഭവിക്കേണ്ടി വരുന്നില്ല. അർജുന് എന്തുകൊണ്ടാണ് ഇത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്? അർജുന് യുദ്ധം ചെയ്യാൻ മടിയുണ്ടായിരുന്നു അല്ലെ? ഞാൻ ചെയ്യുന്നത് പാപമായി പോകാം എന്ന് അർജുനൻ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. പാപമേവാശ്രയേ തസ്മാൻ അദ്വൈതാൻ ആദദായിനം. അല്ലെ, ഇവരെ ഒക്കെ കൊന്നു കഴിഞ്ഞാൽ, ബന്ധുക്കളെ കൊന്നു കഴിഞ്ഞാൽ പാപം ലഭിക്കും. ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭൗതും വൈക്ഷം അബീഹലോകെ. എന്റെ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും കൊന്നിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള രാജ്യമൊന്നും വേണ്ട എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ യുദ്ധം ധർമ്മയുദ്ധമാണ്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്, അത് ഭഗവാന്റെ ആഗ്രഹമാണ്. ഭഗവാന്റെ ആഗ്രഹപ്രകാരം നീ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് യുദ്ധത്തിന്റെ കർമ്മഫലമൊന്നും അനുഭവിക്കേണ്ടി വരില്ല, പുണ്യമോ പാപമോ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഭഗവാൻ അർജുനെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സന്യാസം എന്നിവിടെ ഭഗവാൻ പറയണം. സന്യാസത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് സന്യാസം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു വരുന്നത്. അത് അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ കുറച്ച് സാഖ്യയോഗം പ്രകാരം ഭഗവാൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. സാഖ്യയോഗ പ്രകാരം ഭഗവാൻ സന്യാസത്തെ കുറിച്ച് അല്ലെങ്കിൽ കർമ്മത്തെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയെ സർവകർമ്മണ. സാഖ്യയോഗത്തിന്റെ കുറച്ച് ഭാഗം രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും സാഖ്യയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സാഖ്യയോഗ പ്രകാരം എന്താണ് കർമ്മം, എന്താണ് സന്യാസം, ഒരു കർമ്മത്തിൽ പരമാത്മാവിന്റെ സ്ഥാനം എന്താണ്, ഇതൊക്കെ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് ഈ ശ്ലോകങ്ങളിൽ, ഇനി വരുന്ന ശ്ലോകങ്ങളിൽ. ആദ്യം നമുക്ക് 13-ാമത്തെ ശ്ലോകം വായിക്കാം. 13-ഉം 14-ഉം വായിക്കാം, കാരണം 13-ഉം 14-ഉം ചേർന്ന് വരുന്ന ശ്ലോകങ്ങളാണ്. 13-ഉം 14-ഉം ശ്ലോകം വിവരന്തരം വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭു. പാഞ്ചൈനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെ പറ്റി ഇനി പറയാം. എന്നിൽ നിന്ന് പഠിക്കൂ. ഭാവാർത്ഥം: ഏതൊരു കർമ്മത്തിനും പ്രതികരണമുണ്ടെന്നിരിക്കെ കൃഷ്ണാവബോധനിഷ്ഠനായ ഒരാൾക്ക് അനുഭവപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്നത് ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നെന്ന് വേദാന്ത തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ മറുപടി പറഞ്ഞു. സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങളുണ്ടെന്നും അവയെ വിജയത്തിലെത്തിക്കാൻ ഈ കാരണങ്ങൾ 5നെയും കണക്കിലെടുക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ജ്ഞാനത്തിന്റെ തണ്ടാണ് സാഖ്യം. വേദാന്ത ജ്ഞാനത്തിന്റെ അടിത്തണ്ടായി ആചാര്യന്മാരെല്ലാം അതിനെ അംഗീകരിക്കുന്നു. ശ്രീ ശങ്കരൻ പോലും വേദാന്ത സൂത്രത്തെ അതേപടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ആ പ്രാമാണികതയെ സ്വീകരിക്കണം. ആത്യന്തികമായ നിയന്ത്രണം പരമാത്മാവിൽ നിക്ഷിപ്തമാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ട. പൂർവകർമ്മങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഓരോരുത്തരെയും വെവ്വേറെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് പരമാത്മാവത്രേ. അവിടുത്തെ ആജ്ഞപ്രകാരം നിറവേറ്റുന്ന കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളാകട്ടെ ഇഹലോകത്തിലോ പരലോകത്തിലോ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയില്ല.
14. അധിഷ്ഠാനം തഥ വായിക്കട്ടെ പ്രഭു അടുത്തത്. വായിച്ചോളാം പറഞ്ഞു. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കാരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. ഭാവാർത്ഥം: അധിഷ്ഠാനം എന്നാൽ ശരീരം. ശരീരസ്ഥനായ ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കർത്താവ് എന്ന് പറയപ്പെടുന്നു. കർത്താവ് എന്നാൽ ചെയ്യുന്നവൻ, അറിയുന്നവനും പ്രവർത്തിക്കുന്നവനും ആത്മാവെന്ന് ശ്രുതിയിൽ പറയുന്നു. ഏഷാ ഹൃദിഷ്ട സൃഷ്ട എന്ന പ്രശ്നോപനിഷത്ത്. ജ്ഞാത ഏവ കർത്താ ശാസ്ത്രാർത്ഥവത്വാത് എന്ന വേദാന്ത സൂത്രം കർമ്മോപകരണങ്ങളായ ഇന്ദ്രിയങ്ങളുടെ ആത്മാവ് പലവിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഓരോ കർമ്മത്തിനും പിന്നിൽ വ്യത്യസ്തമായ ഓരോ ഉദ്യമമാണുള്ളത്. പക്ഷെ ജീവാത്മാവിന്റെ സകല പ്രവൃത്തികളും തന്റെ സുഹൃത്തായി ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളവ തന്നെ. ആത്യന്തികമായ കാരണം സർവേശ്വരനത്രേ. ഈ നിലയിൽ ഹൃദയസ്ഥനായ പരമാത്മാവിന്റെ കൽപ്പനയനുസരിച്ച് കൃഷ്ണാബോധ പ്രവർത്തനം നടത്തുന്നവർ സ്വാഭാവികമായും കർമ്മബദ്ധരല്ല. സമ്പൂർണ്ണ കൃഷ്ണാബോധമുള്ളവർ ആത്യന്തികമായി സ്വകർമ്മങ്ങൾക്ക് ഉത്തരവാദികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പരമമായി ഇച്ഛയെ, പരമാത്മാവിനെ, കൃഷ്ണനെ, ഭഗവാനെ ആശ്രയിച്ചിരിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സിനിമാബാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ വേറൊരു തരത്തിൽ കർമ്മങ്ങളെ കുറിച്ച്, ത്യാഗം, കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ടായാലും അല്ലെങ്കിലുമുള്ള കർമ്മങ്ങളെ കുറിച്ച്, എല്ലാ കർമ്മങ്ങളെ കുറിച്ചും ഭഗവാൻ വേറൊരു തരത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഏതൊരു കർമ്മമാണെങ്കിലും അത് ചെയ്യണമെങ്കിൽ 5 കാര്യങ്ങൾ വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ 5 കാര്യങ്ങളില്ലാതെ നമ്മൾ വിചാരിച്ചാൽ പോലും ഒരു കർമ്മം നമ്മൾക്ക് കർമ്മപദത്തിൽ, അതിന്റെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ വിചാരിച്ചാലും കർമ്മം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ 5 കാര്യങ്ങൾ വേണമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യകൃതാന്തേ പ്രോക്താനി സിദ്ധയെ സർവ കർമ്മണ. എല്ലാ കർമ്മങ്ങൾക്കും, ഏത് തരത്തിലുള്ള കർമ്മമായിക്കോട്ടെ, തമോഗുണത്തിലോ രജോ ഗുണത്തിലോ സാത്വിക ഗുണത്തിലോ ഏത് തരം കർമ്മമാണെങ്കിലും, ഇനി അത് ധാർമ്മികമായിട്ടുള്ള കർമ്മമാണെങ്കിലും അധാർമികമായിട്ടുള്ള കർമ്മമാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും സർവകർമ്മണം എന്നാണ് പറയുന്നത്. എല്ലാ കർമ്മത്തിനും ഈ 5 കാരണങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. 5 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഘടകങ്ങൾ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു കർമ്മം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ല, അത് ഏതൊക്കെയാണ് എന്നാണ് 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നത്. 5 ഘടകങ്ങളുണ്ടെന്ന് 13ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഏത് കർമ്മം ചെയ്യണമെങ്കിലും 5 ഘടകങ്ങളുടെ സംയോജിതമായിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ്. അത് ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നാണ് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. ഏതൊക്കെയാണ് 5 ഘടകങ്ങൾ? അധിഷ്ഠാനം. ആദ്യം ഈ ഭൗതിക ലോകത്ത് കർമ്മം ചെയ്യണമെങ്കിൽ ഒരു ശരീരം വേണം, ഭൗതിക ശരീരം വേണം. ഭൗതിക ശരീരം ഉണ്ടെങ്കിലേ ഈ ഭൗതിക ലോകത്ത് നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ. ശരീരമില്ലാതെ, ഭൗതിക ശരീരമില്ലാത്ത ഒരു വ്യക്തിക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുകയില്ല. അല്ല, ചിലപ്പോൾ ഉണ്ടാവും, ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത് മരിച്ചുപോയ ഒരാൾക്ക് ചിലപ്പോൾ ഭൗതിക ശരീരം പോലും കിട്ടുന്നില്ല. ഒരു ഭൗതിക ശരീരം സ്വീകരിക്കാനുള്ള യോഗ്യത അയാൾക്കില്ല. ചിലപ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്ത ആളുകൾക്ക് അടുത്ത് തന്നെ പെട്ടെന്ന് ശരീരം കിട്ടുന്നില്ല. കാരണം എന്താണ്? കിട്ടിയ ശരീരം അവർ ഉപേക്ഷിച്ചു, കിട്ടിയ ശരീരം അവർ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അപ്പോൾ തന്നെ അവർക്ക് അടുത്തൊരു ശരീരം കിട്ടുന്നില്ല. അങ്ങനെ ശരീരമില്ലാത്ത അവസ്ഥയിലും ചിലപ്പോൾ ജീവാത്മാവിന് കാലം കഴിക്കേണ്ടി വരാം. അതിനാണ് പ്രേതരൂപത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. പ്രേതം എന്ന് പറയുന്നത് ശരീരമില്ലാത്ത അവസ്ഥ. ഇപ്പൊ ശരീരമില്ലെങ്കിൽ നമ്മൾക്ക് കർമ്മം ചെയ്യാൻ ആഗ്രഹമുണ്ടാവും. പ്രേതരൂപത്തിലാണെങ്കിലും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഉള്ളത് കൊണ്ട്
അതിന് ആഗ്രഹങ്ങൾ ഉണ്ടാവും, കർമ്മം ചെയ്യണമെന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണ്? ശരീരമില്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമില്ല. എന്തില്ല? അധിഷ്ഠാനം, ശരീരമില്ല. ശരീരമില്ലാത്തത് കൊണ്ട് വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം കർമ്മം ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? അധിഷ്ഠാനം, ഒരു ഭൗതിക ശരീരം ആവശ്യമാണ്. ഭൗതിക ശരീരം ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ ഒരു ഘടകത്തിനെ കുറിച്ച് പറഞ്ഞു, അധിഷ്ഠാനം. പിന്നെ എന്താണ്? വെറുതെ ശരീരം ഉണ്ടായാൽ മാത്രം പോരാ, ആ ശരീരത്തിൽ ജീവൻ ഉണ്ടായിരിക്കണം, അല്ലെ? ജീവാത്മാവ് ഉണ്ടായിരിക്കണം. ജീവാത്മാവില്ലാത്ത ശരീരമാണെങ്കിലോ അത് ജഡശരീരമാണ്. ജഡശരീരത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജഡശരീരമാണെങ്കിൽ അതിന് കർമ്മം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ശരീരം മാത്രം പോരാ, ശരീരത്തിൽ ജീവാത്മാവും ഉണ്ടായിരിക്കണം, അല്ലെ? ജീവാത്മാവുള്ള ശരീരമാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഘടകങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു, അധിഷ്ഠാനം തഥാ കർത്ത. ഒന്ന് ശരീരം, ഭൗതിക ശരീരം ആവശ്യമാണ്, അതിൽ ജീവാത്മാവ്. ജീവാത്മാവാണ് കർത്താവ്, അല്ല? ജീവാത്മാവാണ് നമ്മളെ കുറിച്ചാണ് കർത്ത എന്ന് പറഞ്ഞിട്ടുള്ളത്. ജീവാത്മാവുള്ള ശരീരമായിരിക്കണം. ഇത് രണ്ടും മാത്രം പോരാ. ശരീരമുണ്ട്, അതിൽ ജീവാത്മാവുണ്ട്, എന്നാൽ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുമോ? കർമ്മം ചെയ്യണമെങ്കിൽ കർമ്മം ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. കരണച്ച പൃഥഗ്വിധം, വ്യത്യസ്ത തരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ ഉണ്ടാകണം. ഇന്ദ്രിയങ്ങളിലൂടെയാണ് കർമ്മം ചെയ്യുന്നത്, അല്ലെ? ശരീരമുണ്ട്, ജീവാത്മാവുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ണ് പ്രവർത്തിക്കുന്നില്ല, കണ്ണുകൾ, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കാഴ്ച ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന് കാഴ്ച, നോക്കുന്ന പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയില്ല, നോക്കിക്കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ശരീരം വേണം, ജീവാത്മാവ് വേണം, ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളും ഉണ്ടായിരിക്കും. അപ്പോഴാണ് കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്. മൂന്ന് ഘടകങ്ങളെ ഭഗവാൻ പറഞ്ഞു. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം. ശരീരം, ജീവാത്മാവ്, കരണം, ഇന്ദ്രിയങ്ങൾ, അല്ലെ? സംസാരിക്കണമെങ്കിൽ നാക്കുണ്ടായിരിക്കണം, കേൾക്കണമെങ്കിൽ ചെവി ഉണ്ടായിരിക്കണം, അങ്ങനെ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. ശരീരം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ശരീരം, ജീവാത്മാവ്, പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ, ഇത് മൂന്നും ഉണ്ടായിരിക്കണം. നാലാമത്തെ ഘടകം എന്താണ്? വിവിധാശ പൃഥക് ചേഷ്ട. ചേഷ്ട, ആ കർമ്മം ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം. ഉള്ളിൽ നിന്ന് ആ കർമ്മം ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലെങ്കിൽ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുമോ? താല്പര്യമില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെ? നമുക്ക് ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ ശരീരമുണ്ട്, ജീവാത്മാവുണ്ട്, അതേപോലെ അത് വായിക്കാനുള്ള കണ്ണുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിന് താല്പര്യമില്ലെങ്കിലോ? താല്പര്യമില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു താല്പര്യവും കൂടി ഉണ്ടായിരിക്കണം. അതാണ് നാലാമത്തെ കർമ്മത്തിന്റെ ഘടകമായിട്ട് ഭഗവാൻ പറയുന്നത്. അപ്പൊ 4 ഘടകമുണ്ട്: ശരീരം, ജീവാത്മാവ്, ഇന്ദ്രിയങ്ങൾ, ആ കർമ്മം ചെയ്യാനുള്ള താല്പര്യം, ചേഷ്ട. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും, 4 റെഡിയാണെങ്കിൽ പോലും, ആ കർമ്മം പ്രാവർത്തികമായിട്ട് ചെയ്യണമെങ്കിൽ 5ാമത്തെ ഒരു ഘടകം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ദൈവം ചൈവാത്ര പഞ്ചമം. ദൈവം എന്ന് പറയുന്നത് ആ ശരീരത്തിലിരിക്കുന്ന പരമാത്മാവാണ്. പരമാത്മാവിന്റെ അനുമതി ഇല്ലാതെ നമ്മൾക്ക് ആ കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല, അല്ലെ? കാരണം എന്താണ്? ഈ ഘടകങ്ങളെല്ലാം പരമാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. പരമാത്മാവിനെ ഏതിന് വേണമെങ്കിലും നിയന്ത്രിക്കാം. നമ്മൾക്ക് ഭഗവത്ഗീത ക്ലാസ് കേൾക്കണമെന്ന് താല്പര്യമുണ്ടായി, അപ്പോൾ നമ്മൾക്ക് എന്തുണ്ട്? നമ്മൾക്ക് ശരീരമുണ്ട്, അതേപോലെ ജീവനുണ്ട്, കേൾക്കാനുള്ള ചെവികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കേൾക്കാൻ വേണ്ടി നമ്മൾ പോയി നോക്കിയ സമയത്ത് എന്തില്ല? നെറ്റില്ല, നെറ്റ് കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂടി നമ്മളെ സഹായിക്കാൻ ആവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ അപ്പൊ പരമാത്മാവിന്റെ അനുഗ്രഹം ആവശ്യമാണ്. പരമാത്മാവിന്റെ അനുമതി ഇല്ലെങ്കിൽ
നമ്മൾക്ക് എല്ലാം ഉണ്ടെങ്കിൽ പോലും, ശരീരമുണ്ട്, ചെയ്യാനുള്ള താല്പര്യമുണ്ട്, അതേപോലെ ഇന്ദ്രിയങ്ങളുണ്ട്, ഇതെല്ലാം റെഡിയാണെങ്കിൽ പോലും പരമാത്മാവിന്റെ അനുമതി ഇല്ലെങ്കിൽ ആ കർമ്മം തടസ്സപ്പെടും, അതിനെ വിജയിപ്പിക്കാൻ സാധിക്കുകയില്ല. 5 ഘടകങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക്ചേഷ്ട ദൈവം ചെയ്മാത്ര പഞ്ചമം. ഏത് കർമ്മമാണെങ്കിലും ഈ 5 ഘടകങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിൽ 5ാമത്തെ ഘടകത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. ഈ 5 ഘടകങ്ങളെ നമ്മൾ കണക്കിലെടുക്കണം. അല്ലാതെ ഞാൻ തന്നെയാണ് കർമ്മം ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതെല്ലാം എനിക്ക് നടത്താൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത് മൂഢതയാണ്, വിഡ്ഢിത്തരമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി വായിക്കാം. 15, 16 ശ്ലോകങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന ശ്ലോകങ്ങളാണ്. 15ഉം 16ഉം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശരീരവാക്മനോർവീര്യത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ന്യായമാവട്ടെ അന്യായമാവട്ടെ, മനുഷ്യൻ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ഭാവാർത്ഥം. ന്യായം, അന്യായം എന്നീ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയങ്ങളാണ്. ന്യായമായ കർമ്മം എന്നാൽ ശാസ്ത്ര നിർദ്ദിഷ്ടമായതെന്ന അർത്ഥം. അതിന് വിരുദ്ധമായ കർമ്മം അന്യായവുമാണ്. ഈ 2 വിഭാഗങ്ങളിൽ പെട്ടതായാലും കർമ്മം നിറവേറ്റാൻ മുൻപറഞ്ഞ 5 ഘടകങ്ങൾ കൂടിയേ കഴിയൂ. ശ്ലോകം 16. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തൂയാഹ പശ്യത്യകൃത ബുദ്ധിത്വാൻ സപശ്യതി ദുർമതി. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാർത്ഥം കാണാനും കഴിയില്ല. ഭാവാർത്ഥം. പരമാത്മാവ് തന്റെ സുഹൃത്തെന്ന നിലയിൽ ഹൃദയത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുന്നുവെന്ന് ഒരു മൂഢന് അറിഞ്ഞുകൂടാ. ഭൗതിക കാരണങ്ങൾ, ശരീരം, കർത്താവ്, കരണങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ, പ്രയത്നം എന്നിവയാണെങ്കിലും ആത്യന്തിക കാരണം പരമദിവ്യോത്തമ പുരുഷൻ തന്നെ. അതുകൊണ്ട് മേൽപ്പറഞ്ഞ 4 ഭൗതിക ഹേതുക്കളെ മാത്രം കർമ്മത്തിന് കാരണമായി കാണരുത്. പരമവും കർമ്മക്ഷമവുമായ കാരണത്തെയും ഓർക്കണം. ഈ പരമപുരുഷനെ കണ്ടറിയാത്തവനാണ് താൻ തന്നെ കർത്താവെന്ന് വിശ്വസിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സുജീവനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എല്ലാ കർമ്മങ്ങൾക്കും ഈ 5 ഘടകങ്ങൾ ആവശ്യമാണ്. ഒരു കർമ്മം വിജയത്തിൽ എത്തണമെങ്കിൽ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കർമ്മം വിജയിക്കണമെങ്കിൽ, അതായത് ആക്ച്വലായിട്ട് നമ്മൾക്ക് അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഈ 5 ഘടകങ്ങളും നമ്മളെ സഹായിക്കണം. 5 ഘടകങ്ങളും സഹായിച്ചില്ലെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുകയില്ല. അതാണ് ഭഗവാൻ ഇവിടെ 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശരീര വാക് മനോഹരിയത് കർമ്മ പ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. നമ്മൾ 3 ശരീരഭാഗങ്ങൾ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അല്ലെങ്കിൽ 3 തരത്തിലുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്? ശാരീരികമായിട്ടുള്ള കർമ്മം, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം, വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മം. 3 നിലവാരത്തിലാണ് കർമ്മങ്ങൾ. ശാരീരികമായിട്ടുള്ള കർമ്മങ്ങൾ, മാനസികമായിട്ടുള്ള കർമ്മങ്ങൾ, വാചികമായിട്ടുള്ള കർമ്മങ്ങൾ. ഇത് 3ഉം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ 5 ഘടകങ്ങളുടെ സഹായം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ശരീര വാക് മനോഭിരിയത് കർമ്മ പ്രാരഭതേ നര. 3 തരത്തിലുള്ള കർമ്മമാണെങ്കിലും അത് ചെയ്യണമെങ്കിൽ ഈ 5 ഘടകങ്ങളുടെ സപ്പോർട്ട്, സഹായം ആവശ്യമാണ്. ഇനി അത് മാത്രമല്ല, ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ.
ന്യായമായിട്ടുള്ള കർമ്മങ്ങൾക്ക് മാത്രമല്ല, അന്യായമായിട്ടുള്ള കർമ്മത്തിനും ഈ 5 ഘടകങ്ങളുടെ സഹായം ആവശ്യമാണ്. പരമാത്മാവിന്റെ അനുമതി ആവശ്യമാണ്. പരമാത്മാവിന്റെ അനുമതി ഇല്ലാതെ ഒരു കർമ്മം ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം പ്രകൃതി ചലിക്കുന്നില്ല, പ്രകൃതി ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ അനങ്ങുന്നില്ല. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്നാണ് ഭഗവാൻ പറയുന്നത്. പ്രകൃതിയിൽ ഏതൊരു ചലനവും സംഭവിക്കണമെങ്കിൽ, ഏതൊരു കർമ്മവും സംഭവിക്കണമെങ്കിൽ പരമാത്മാവിന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കണം. അത് ന്യായമായാലും വിപരീതമായാലും, വേദങ്ങൾ അനുസരിച്ചിട്ടുള്ള കർമ്മമാണെങ്കിലും വേദങ്ങൾ അനുസരിക്കാതെയുള്ള കർമ്മമാണെങ്കിലും പരമാത്മാവിന്റെ അനുമതി ഇല്ലാതെ ഒന്നും അനങ്ങുന്നില്ല, പ്രകൃതിയിലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ 5 ഘടകങ്ങളും ആവശ്യമാണ് ഏത് കർമ്മം ചെയ്യുന്നതിനും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും ന്യായമായാലും വിപരീതമായാലും ഈ 5 ഘടകങ്ങൾ നമ്മൾക്ക് ഒരു കർമ്മം സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് ചെയ്യുന്നതിന് ആവശ്യമാണ്. അതല്ലാതെ ഈ 5 ഘടകങ്ങളെ കണക്കാക്കാതെ ഞാൻ തന്നെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചാൽ എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത് ബുദ്ധിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ദുർമതിയാണെന്നാണ് പറയുന്നത്. ദുർമതി, യഥാർത്ഥ ബുദ്ധിയല്ല, അത് മൂഢത്വമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയം. ഞാൻ മാത്രമാണ് കർമ്മം ചെയ്യുന്നത് അല്ലെ? അങ്ങനെ ചില ആൾക്കാർ വിചാരിക്കും, ഞാൻ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ എത്ര കാലം ചെയ്യാൻ സാധിക്കും? എത്ര കാലം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ സഹായിക്കുന്നു, ശരീരം നമ്മളെ സഹായിക്കുന്നു, പരമാത്മാവ് അനുമതി തന്നിട്ടുണ്ടോ, അത്രയും കാലം മാത്രമേ നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. എപ്പോഴാണോ ഇന്ദ്രിയം പണിമുടക്കുന്നത് അപ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അല്ലെ? നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇവിടെ പെട്ടെന്ന് കൈ കുഴഞ്ഞു പോയി, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, നാക്ക് കുഴഞ്ഞു പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുക മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ഓ, ഞാൻ വിചാരിച്ചാൽ എല്ലാം ചെയ്യാൻ സാധിക്കില്ല, ഇപ്പൊ എന്റെ കൈ അനങ്ങുന്നില്ല, വിരൽ അനങ്ങുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ ശരീരം വേണം, ഇന്ദ്രിയങ്ങൾ വേണം, അത് ചെയ്യാനുള്ള മനസ്സ് വേണം അല്ലെ? അതേപോലെ പരമാത്മാവിന്റെ അനുമതിയും വേണം. ഇത് 5 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു പ്രവൃത്തി ആക്ച്വലായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിച്ച എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. 5 ഘടകങ്ങളും ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഈ 5ാമത്തെ ഘടകം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 5ാമത്തെ ഘടകമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം എന്താണ്? 5ാമത്തെ ഘടകം എന്താണ്? ദൈവം ചൈവാത്ര പഞ്ചം. ദൈവം, പരമാത്മാവ്. ആ പരമാത്മാവാണ് 5ാമത്തെ ഘടകം. ആ പരമാത്മാവിന് ബാക്കി 4 ഘടകത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും. 4ൽ ഏതിനെ വേണമെങ്കിലും പരമാത്മാവിനെ നിയന്ത്രിക്കാം. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം ഏതാണ്? പരമാത്മാവാണ്. ജീവനെ നിയന്ത്രിക്കാം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം, ശരീരത്തെ നിയന്ത്രിക്കാം, അതേപോലെ മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? മത്തസ്മൃതി ജ്ഞാനമാപോഹനം ചാക്ക്. പരമാത്മാവിൽ നിന്നാണ് എന്ത് വരുന്നത്? സ്മൃതി, ഓർമ്മശക്തി, ജ്ഞാനം, അതേപോലെ ആപോഹനം, മറവി ശക്തി. ഇത് 3ഉം പരമാത്മാവിന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പരമാത്മാവിന്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ഓർമ്മ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ ഞാൻ എന്തിനാണ് ഈ റൂമിലേക്ക് വന്നത്? മറന്നുപോയി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ? മറന്നുപോയി. എത്ര ആലോചിച്ചിട്ടും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കും. നമ്മൾ അവിടെ സ്റ്റക്ക് ആവും. അപ്പോൾ ആ ഓർമ്മ നമ്മുടെ കയ്യിലല്ല, പരമാത്മാവിന്റെ കയ്യിലാണ്. മത്തസ്മൃതി ജ്ഞാനം ആപോഹനം ആപോഹനം, മറവി ശക്തി. നമ്മൾക്ക് പുതിയൊരു കർമ്മം ചെയ്യണമെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിന് ആ മറവി ശക്തിയും ആവശ്യമാണ്. നേരത്തെ ചെയ്ത ഒരു കാര്യം തന്നെ നമ്മളെ മനസ്സിനെ അലട്ടുകയാണെങ്കിൽ പുതുതായിട്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കും.
അപ്പോൾ മറവി ആവശ്യത്തിന് മറവിയും ആവശ്യമാണ്, ആവശ്യത്തിന് ഓർമ്മയും ആവശ്യമാണ്. അതങ്ങനെ നമ്മൾക്ക് അനുകൂലമായിട്ട് ഓർമ്മയും മറവിയും തരുന്നത് ആരാണ്? പരമാത്മാവാണ്. നമ്മുടെ കയ്യിലല്ല ഓർമ്മ. അത് ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്കറിയാം അല്ലെ. ഓർമ്മ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മനസ്സിലാവും, ഓ ഇത് എന്റെ കയ്യിലല്ല, ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, എന്തിനായിരുന്നു ഞാൻ വന്നത് എന്നൊന്നും ഓർമ്മയില്ല, ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മയില്ല. അപ്പോൾ പരമാത്മാവിന്റെ കയ്യിലാണ് ഓർമ്മശക്തി ഇരിക്കുന്നത്. അപ്പോൾ പരമാത്മാവിന് വളരെ ലളിതമായിട്ട് ഒരു ജീവാത്മാവിന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതൊന്നും കണക്കാക്കാതെ ഞാൻ എല്ലാം ചെയ്യും എന്ന് വിചാരിക്കുന്ന ആള് ഒരു വിഡ്ഢിയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയം. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും എന്ന് കരുതുന്ന ഒരു വ്യക്തി ദുർമതിയാണ്, അയാൾ ഒരു വിഡ്ഢിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഈ 5 ഘടകങ്ങളെ നമ്മൾ പരിഗണിക്കണം. പരമാത്മാവിനെ പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കണം. പരമാത്മാവിന്റെ അനുഗ്രഹത്താലാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരമാത്മാവിന്റെ നിർദ്ദേശം പ്രകാരം നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കില്ല. കാരണം ഭഗവാൻ പറഞ്ഞതാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സതതം കീർത്തയന്തോമാം, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കും. നാമം ജപിച്ചത് കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കില്ല. അത് ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ചെയ്തു, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഭഗവാൻ എന്ത് പറഞ്ഞോ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അനിഷ്ടം ഇഷ്ടം മിശ്രം ച, അനിഷ്ടമായാലും ഇഷ്ടമായാലും മിശ്രമായാലും ഒന്നും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പരമാത്മാവിന്റെ ഇമ്പോർട്ടൻസ് ഒരു കർമ്മത്തിൽ ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ് ഈ ശ്ലോകങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ശ്ലോകങ്ങളിൽ. പരമാത്മാവിന്റെ അനുമതി ഇല്ലാതെ നമ്മൾക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ശ്ലോകങ്ങളുടെ ചുരുക്കം. ഈ ശ്ലോകങ്ങളിൽ ഇപ്പോൾ വായിച്ച ശ്ലോകങ്ങളിൽ എന്തെങ്കിലും